ഒത്തിരി ആൾക്കാരുടെ ഈ DIY മെത്തേഡ്സിൽ വരുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ആളാണ് വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് എന്ന് പറയുന്നത്. അത് മുടിയിൽ ഉപയോഗിക്കുന്നവരുണ്ട്, സ്കിന്നിൽ ഉപയോഗിക്കുന്നവരുണ്ട്, എല്ലാ പ്രോഡക്ട്സിന്റെ കൂടെ ഒരു 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 ഭംഗിക്ക് കൂടെ വയ്ക്കുന്നതാണോന്ന് അറിയില്ല. ഇനി അതിന്റെ ഒരു യൂസേജ് എങ്ങനെയാണ്, അതൊരു ടാബ്ലറ്റ് ആയിട്ട് അത് നമ്മൾ മുഖത്തൊക്കെ ഉപയോഗിക്കുമ്പോൾ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ എല്ലാ ക്രീം നോക്കിക്കഴിഞ്ഞാലും ആ ക്രീംസിന്റെ അകത്ത് എല്ലാം നമുക്ക് വൈറ്റമിൻ ഇ ഉണ്ട്. പക്ഷേ അതിനകത്ത് ചേർക്കുന്ന ഫോം ഡിഫറെന്റ് ആണ്. ഓക്കെ, ടോക്കോഫെറൽ അസറ്റൈറ്റ് എന്ന് പറഞ്ഞ ഫോം മാത്രമാണ് നമുക്ക് സ്കിന്നിലൂടെ അബ്സോർബ് ആവും. നമ്മൾ ക്രീംസിൽ യൂസ് ചെയ്യുന്ന വൈറ്റമിൻ ഇയുടെ മോളിക്യൂൾസ് വലുതാണ്. ആ മോളിക്യൂൾസ് നമ്മൾ ഭക്ഷണമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാനുള്ള ഫോമാണ് അത്. അതേസമയം അത്രയും ബിഗർ മോളിക്യൂൾ നമ്മുടെ സ്കിന്നിന്റെ അകത്തൂടെ പെനട്രേറ്റ് ചെയ്ത് അകത്ത് കയറില്ല. അപ്പൊ ചുമ്മാതാണ് ഒരു മനസമാധാനത്തിന് വേണ്ടിയിട്ട് നമുക്ക് തേക്കാന്നുള്ളതേ ഉള്ളൂ. അതെ, അല്ലാതെ നമുക്കൊരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു മാറ്റമോ കാര്യങ്ങളോ ഒന്നും എക്സ്റ്റേണലി അപ്ലൈ ചെയ്താൽ ഉണ്ടാവില്ല. വെറുതെ അത്രയും ഗുളിക തീർക്കാം. ഇതെല്ലാം കഴിച്ചോളൂ. കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്കിന്നിന്റെ ഹൈഡ്രേഷനും മറ്റു കാര്യങ്ങൾക്കും എല്ലാം ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ഹെയറിലാണെങ്കിലും സെയിം നമ്മുടെ പോസ് അത്രയും ചെറുതല്ലേ. നമുക്ക് ഇത്രയും ചെറിയ പോസിന്റെ അകത്തൂടെ എങ്ങനെയാണ് ഇത്രയും വലിയൊരു മോളിക്യൂൾ കയറുക? അതുകൂടാതെ ഇത് ഭയങ്കര തിക്കായിട്ടാണ് കൺസിസ്റ്റൻസി. അപ്പൊ ഇത് കോമഡോജനിക് ആണ്. പോഴ്സ് എല്ലാം ക്ലോസ് ആയിട്ട് കുരു വരാനുള്ള ചാൻസസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഗുണത്തിന് പകരം ദോഷമാണ്. അപ്പൊ നമുക്ക് ഇതേ സംഭവം തന്നെ സ്കിന്നിൽ അബ്സോർബിൾ ആയിട്ടുള്ള ടോക്കോഫെറൽ അസറ്റേറ്റ് എന്ന ഫോമില കിട്ടുന്നതെങ്കിൽ അപ്ലൈ ചെയ്തോളൂ. ഒരു കുഴപ്പമില്ല. നമുക്ക് സ്കിന്നിലെ ബെനിഫിറ്റ്സ് ഉണ്ട്.